നമ്മൾ തത്വത്തിൽ രാമായണത്തിന്റെ 5-ാമത്തെ ദിവസം 2-ാം ഭാഗത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ശരിക്കും 5-ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ അഭിഷേക വിഘ്നത്തിന്റെ തൊട്ട് മുമ്പ് വരെ എത്തണം, അഭിഷേക ആരംഭത്തിലെത്തണം. അപ്പം അപ്പോഴാണ് കൈകേയി ചെല്ലുന്നതും സ്മിതമാതാജി എത്തി, ഹരേ കൃഷ്ണ, കൈകേയി ചെല്ലുന്നതും ദശരഥ മഹാരാജാവിനെ കാണുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിക്കുന്നതും ഒക്കെ ആണ്. അപ്പം അതുവരെയാണ്. നോക്കണം, മായയുടെ പിടുത്തത്തിനകത്ത് നമ്മൾ അറിയാണ്ട കാര്യം എന്ന് പറഞ്ഞാല് മായയുടെ പിടുത്തം വളരെ സെൻസിറ്റീവാണ്. എപ്പോഴാണ് പിടികൂടുന്നതെന്ന് അറിയത്തില്ല. ഒരു നിമിഷം അത് പിടിച്ച് നമ്മൾ പതറിപ്പോയെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ പതനം നമുക്ക് സംഭവിക്കും. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം പുറമോട്ട് ചില ഒരു വലി വരുന്നത്. ആ വലിയിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, പിടിച്ചിടം നീ എടുത്തോ ബാക്കി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരികെ നമുക്ക് നഷ്ടപ്പെടത്തുള്ളൂ. ഒരു പക്ഷേ ആ കോളറിന്റെ ഒരു പിഞ്ച്, ഒരു പിടി, അല്ലെങ്കിൽ തുണിയുടെ ഒരു ചെറിയൊരു കഷ്ണം, അതായത് ജീവിതത്തിൽ ഒരു ചെറിയൊരു പോറലുണ്ടാവും പ്രയാസമായിട്ട്. വലിയൊരു പ്രയാസം കിട്ടത്തില്ല. പക്ഷെ ആ പിടിയിൽ നമ്മൾ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പോറലിന് പകരം വലിയൊരു രക്തച്ചൊരിച്ചിൽ നമുക്ക് ഉണ്ടാകും. നമ്മൾ അറിയത്തില്ല പ്രയാസം. അപ്പം ചെറിയൊരു പോറൽ, അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അത് ആശ്വസിപ്പിക്കാൻ പറയുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എല്ലാം നിമിത്തമാണ്, വരേണ്ടതാണ്. പക്ഷെ ഇതിലൂടെ നമുക്ക് തരുന്ന ഒരു പാഠം, മായയുടെ പിടി എന്ന് പറഞ്ഞാൽ വലിയൊരു പിടിയാണ്. അവിടെ ദുര്യോധനൻ പെട്ടുപോയി, ധൃതരാഷ്ട്രം പെട്ടുപോയി. ആക്ച്വലി ദുര്യോധനൻ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. ദുര്യോധനൻ മാത്രം ബലരാമൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ദുര്യോധനൻ. ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്രൗപദിയുടെ സ്മിതമാതാ എത്ര മക്കളാണ്? 5 മക്കളോ ദ്രൗപദിക്ക് ഉണ്ടായിരുന്നത്? മ്യൂട്ടാണ്. ദ്രൗപദിയുടെ 5 മക്കളെയും കൊന്ന് കുട്ടികളുടെ തല ദുര്യോധനനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ദുര്യോധനൻ സന്തോഷിക്കും. അശ്വത്ഥമാവാണ് ചെയ്യുന്നത്. നോക്കണം, ബ്രാഹ്മണ പുത്രനാണ് ചെയ്യുന്നത്. ദ്രോണാചാര്യയുടെ മകനാണ്. ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്യുന്നത്. എന്നിട്ട് അശ്വത്ഥമാവ് ചിന്തിക്കുന്നു ദുര്യോധനൻ സന്തോഷിക്കുന്നു. ദുര്യോധനൻ സന്തോഷിച്ചില്ല. ദുര്യോധനൻ പറഞ്ഞു, നീ വലിയ പാതകമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും ദുര്യോധനൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലത്. ദുര്യോധനന് ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ ഒരു പിതാവിന്റെ കടമ ദുര്യോധനന് കിട്ടിയിട്ടില്ല. ദുര്യോധനൻ തെറ്റായി ചിന്തിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആ അച്ഛൻ ധൃതരാഷ്ട്ര തെറ്റ് തിരുത്തിയിരുന്നെങ്കിൽ ദുര്യോധനൻ നേരെ വന്നേനെ. അവിടെയാണ് നമ്മൾ അറിയേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും കടമ. കുട്ടികൾ വളർന്നു വരുമ്പോൾ സാത്വികമായിട്ട് ഭഗവത് കൃപയോടെ വളർത്തണം, ഭഗവത് അനുഗ്രഹത്തോടെ വളർത്തണം. അതിന് തീർച്ചയായിട്ടും കുട്ടികളെ കുട്ടിനാളിലെ ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിച്ചു തന്നെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ദുര്യോധനന് പറ്റിയ അവസ്ഥയാവും. ഇവിടെ അതുപോലെ ചെറിയ മായയാണ്. ആ മായയിൽ നമ്മൾ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ആ ചിന്ത, ഇത് മായയാണ്, ഇത് പെട്ടുപോകരുത് എന്നുള്ള ആ സെൻസിറ്റീവ് മൊമെന്റിൽ ആ ചിന്ത വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ നാമജപത്തിന്റെ ഒരു അംശം എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കണം. എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആ ഭഗവാന്റെ ആ നാമം നാവിൽ ഇങ്ങനെ കിടക്കണം. നോക്കൂ, പണ്ടുള്ളവർ എപ്പോഴും എന്ത് ചെയ്തു കഴിഞ്ഞാലും നാരായണ എന്ന് ജപിച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. പണ്ടുള്ള മുത്തശ്ശന്മാരെയും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ ജപിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. പക്ഷെ കലിയുഗത്തിൽ നാരായണനോ വാസുദേവ എന്ന് വിളിക്കുന്നതിലുപരി കലിയുഗത്തിൽ പ്രിസ്ക്രൈബ്ഡ് മന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ചെല്ലുന്നു പറഞ്ഞത്. അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. കലിസന്ധാരണ ഉപനിഷത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്.
നാരദ മഹർഷി തന്നെ ഉപദേശിച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കാര്യം എന്താണോ അതാത് യുഗത്തിൽ ചെയ്തിരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ അതും നമ്മുടെ ന്യൂനതയായിട്ട് മാറും. അത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു കടം നമുക്ക് ബാക്കി കിടക്കും. കടത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ വീണ്ടും ആ രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ എവിടെ വരെ വായിച്ചു? അതെ അതെ. അപ്പൊ ആരാണത് പുകഴ്ത്തുന്നത്? ആരാണ് പുകഴ്ത്തിയത്? സ്തുതിച്ചതൊക്കെ ആരായിരുന്നു? നാരദ മഹർഷി മാത്രമല്ല, പാർവതി ദേവിയും. മഹാദേവരടുത്ത് പറയുന്നതാണ്, മഹാദേവ വീണ്ടും എനിക്ക് കൂടുതൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവി സ്തുതിക്കുന്ന രംഗത്തോടു കൂടിയാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സുമാജി സ്റ്റാർട്ട് ചെയ്തു. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും സത്യത്തെ രക്ഷിച്ചു കൊള്ളുകാൻ എന്നോടു സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതും കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തെ വിഷാദമുണ്ടായതു മൂലം. കാല വിളംബനം എന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം ഗണാം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലക്ഷയം ഫലൗലക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാദൂതനാനന്വയ നാശം വരുത്തുവാൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദാനന്ദേനം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനു അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാഥനായി. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥനേകത സങ്കലിതാനന്ദമമ്മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാക അകതാരിലാനന്ദമാതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രനിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതെപ്പോഴുതങ്ങനെയെങ്കിലോ ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമാവങ്കലും എപ്പോഴുമേറ്റമാതോർത്തു കണ്ടില്ലയോ. വന്ദില മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ
വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യ നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവൻ പാർക്കയാലിനി ഒന്നുകൊണ്ടു മധു നിർണയം മനസ്സിൽ. എന്നാൽ അതിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴിൽ ചെന്നറിയിക്കണം. തോരണ പംക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറ നാദവും പൂരിക്കതിർപ്പുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠരാരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനോ നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൽ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്കനാൾ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം. മധ്യകക്ഷി 16 നിൽക്കണം. മത്തഗജങ്ങളിൽ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാർത്ഥ ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളും ഉൾത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രമാലയജ പർണങ്ങൾ കൊണ്ടുവായി കെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിക ചക്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണി മാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ ആഭരണങ്ങളും. സൽകൃതന്മാരാ മുനി ജനം വന്നിക നിൽക്ക കുശപാണികളായി സഭാന്തികി. നർത്തകിമാരോടും ആരവധൂജനം നർത്തക ഗായക വൈദിക വർഗവും. ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഈശ്വരാംഗനി നിന്നു മനോഹരം. ഹസ്ത്യശോഭത്തിനാദാദി മഹാബലം വസ്ത്രാതിലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരെ കരേറി വസിഷ്ഠനും. ദാശരഥി ഗ്രഹമെത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരാമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തുരുത്തി തഥാ പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ. പൊൽക്കലാശസ്ഥിര നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാം ചതുർത്ഥവും. ഉത്തമാംഗേനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേനെ ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ കേളിന്നു പാദാദോക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനാരുൾ ചെയ്തും. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുകനിപ്പോൾ നൃപാത്മജേ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതി. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാനിന്നവനാകുന്നതെന്നതോ മിന്നടോ. സാക്ഷാൽ പരബ്രഹ്മം
പരമാത്മാവു മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടു ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്താമവതരിച്ചീടനം ശ്രീപതി ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചെത്തിടാഞ്ഞിടു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായ ശ്രീനിധി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജി, ശിഷ്യനല്ലോ ഭവാനാചാര്യന്. ഇതുവരെ വായിച്ചത് മനസ്സിലായില്ലേ കാര്യങ്ങള്? ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് നമ്മൾ നല്ല കാര്യം ഉണ്ടെങ്കിലും അത് ഉത്സവത്തിന്റെ പ്രതീതി. അപ്പം ഇത് ത്രേതായുഗത്തിലേ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇപ്പോഴും ആ ട്രഡീഷണൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ 2, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം നല്ല സമയം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതും കൃത്യമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഇതെല്ലാം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേശ ഞാൻ ശിക്ഷിക്ക വേണം ജഗദിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷ്വഗോചരനായന്തരാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നതു ഞാൻ എന്നോടു ധാതാവു താനരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും. യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. തൊൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതമപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനി വീടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നിടുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യൂമടുത്ത നാൾ നിർണയം. തത്ര നിമിത്രമാത്രം ഞാനതീനൊന്നൊരു കർത്താവു നീ രാജഭോക്താവും നീയത്രേ വത്സാ മമ. സ്മിതമാതാജി കണ്ടിന്യൂ. വത്സാ മമത്വം ബഹി പ്രാണനാകയാം. വത്സാ മമത്വം ബഹി പ്രാണനാകയാം. ഉത്സവത്തിനു പോക്കിട്ടു കൊണ്ടാലും മത്സമാനാകുന്നവൻ നിശ്ചയം. മത്സരിപ്പാനില്ലതു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു മോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദന തന്നോടു
രാജാ ദശരഥ ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ ഹരേ കൃഷ്ണ. കൗസല്യയോടും ഹരേ കൃഷ്ണ. വിദ്യാജി നോക്കിക്കോളൂ, ഞാൻ ആ ഒരു അത്രയും മാത്രം ഫിനിഷ് ചെയ്യാനാ. കൗസല്യയോടും കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടു പൂജിച്ചതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഇല്ല, അതിന് മുന്നുള്ള ശ്ലോകം വായിച്ചായിരുന്നു. കൗസല്യയോടും സുമിത്രയോടും ചെന്ന് വായിച്ചിരുന്നോ? ഏതാണ്? അതിന് തൊട്ടുള്ള മുൻപുള്ള 2 ലൈൻസ് വിട്ടു മാതാജി. അതെയോ? കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചാനൊരു കുമാൻ. അയ്യോ, എന്റെ അതില്ല കേട്ടോ. ഓക്കെ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോട് അറിയിച്ചൊരു കുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. പിന്നീടാണ് വായിച്ചു. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി. അതൊന്നും എന്റെ ഇതില് ഇല്ല, ഉള്ളതുപോലെ ഞാൻ വായിച്ചതാ. വായിച്ചോളൂ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. ഹരേ കൃഷ്ണ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഭക്ത്യ വണങ്ങി വാണിടിനാൾ. എവിടെയാണ്? കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചൊരു കുമാൻ ദശരഥ മഹാരാജാവ് സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൻ. കൗസല്യയും തന്നെ അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസ്യ ഭക്ത്യ വണങ്ങി വാണിയിടിനാൻ. ഇവിടെ കാര്യങ്ങള് എല്ലാം അറിയിച്ചു. ഇപ്പം ഭരതൻ അവിടെ ഇല്ല. ഭരതനും ലക്ഷ്മണനും അവിടെ ഇല്ല. എവിടെ പോയിരിക്കുന്നു? അതെ 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 അതെ, മാതുലന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ദശരഥന് ആകെ ക്ഷീണിതനായി. അപ്പോഴാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തത്. ഭയപ്പാട്, വാർദ്ധക്യാവസ്ഥയിലാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം എന്നെ കൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ രാജാവായി ആക്കാം. പെട്ടെന്നൊരു തീരുമാനം. ആ തീരുമാനം പിന്നെ പദ്ധതി ഇല്ലാതെ എടുത്തൊരു തീരുമാനം വേണമെന്ന് പറയാം. പക്ഷെ പദ്ധതി ഉണ്ടെങ്കിൽ തന്നെയും ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ തന്നെ രാജാവാക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് അതിന് എതിർപ്പുമില്ല. ശ്രീരാമചന്ദ്രനോടായിരുന്നു കൈകേയിക്കും ഏറെ ഇഷ്ടം. ഭരതനേക്കാൾ കൂടുതൽ കൈകേയിക്ക് ഇഷ്ടം ശ്രീരാമചന്ദ്രനെ ആയിരുന്നു. കൈകേയിയെ എടുത്ത് പറയുമ്പോഴൊക്കെ, മന്ദര ചെന്ന് പറയുമ്പോഴൊക്കെ കൈകേയിക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പൊ മന്ദര അത്ഭുതപ്പെടും. ഇത്രയും സന്തോഷിക്കാൻ നീ എന്തിനാ സന്തോഷിക്കുന്നത്? ഇത്ര സന്തോഷിക്കേണ്ട കാര്യം എന്തായിരുന്നു, എന്താണെന്ന് ചോദിക്കും. നിന്റെ മകനല്ലല്ലോ. അപ്പം കൈകേയി ആക്ച്വലി മന്ദരയോട് ചൂടാവും, കുപിതയാവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്നെ ഞാൻ അങ്ങനെയല്ല കരുതിയിരുന്നത്. മേലിൽ നീ ഇവിടെ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് പറയും. ഒരുപാട് ആക്ഷേപിക്കും. അപ്പൊ വീണ്ടും മന്ദര വിടത്തില്ല. വീണ്ടും ഇങ്ങനെ ഇത്തിൽ കണ്ണി മരത്തിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ കൂട്ട് വീണ്ടും പോയിട്ട്, നിന്നോട് എനിക്ക് വളരെ സ്നേഹം ഉണ്ടായിട്ടാണ് പറയുന്നത്. നിന്റെ അവസ്ഥയിലോട്ട് ഞാൻ സങ്കടപ്പെടുകയാണ്. ശ്രീരാമചന്ദ്രൻ രാജാവായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്ഞിയുടെ സ്ഥാനം വരുന്നത് സീതാദേവിക്കാണ്. നീയും ഭരതനും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭയം ഉളവാക്കുന്നു. ഇവിടെയാണ് ദുഷ്ടസംസർഗത്തിന്റെ, എപ്പോഴും ഒരിക്കലും ഏത് ദുഷ്ടന്മാരുമായിട്ട് അല്ലെങ്കിൽ ചീത്ത മനസ്സിനുടമകളുമായിട്ട് സംഘം ചേരരുത് എന്നുള്ള ഉപദേശവും കൂടിയാണ് ഇവിടെ തരുന്നത്. ഏത് നിമിഷവും അവര് മായയായിട്ട് വരാം. അവരെന്തെങ്കിലും കാര്യം, അവരുടെ മനസ്സിനെ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. നമ്മുടെ എത്രയോ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചിരിച്ചു നിന്നിട്ട് പോലും മാനസികമായിട്ട് അവർക്ക് നമ്മളോട് ഇഷ്ടം കാണത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പുരോഗതിയില്, നമ്മുടെ കുടുംബത്തിന്റെ ഒരു നല്ല സ്വരുമയോടെ പോകുന്നതിലൊന്നും ഒരുപക്ഷെ അവർക്ക് ഇഷ്ടം കാണത്തില്ല. പക്ഷെ പുറത്ത് സൗഹൃദം നടിക്കും. ചെറിയ ചെറിയ പതനങ്ങൾ വരുമ്പം അവർ മനസ്സിൽ സന്തോഷിക്കുമായിരിക്കും ചെയ്യുന്നത്. ഉപദേശ രൂപേണ അവർ വരും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉപദേശ രൂപേണ വരുന്നത് ആക്ച്വലി അവരുടെ ഉപദേശം കേട്ടിട്ട് പോകുമ്പം ആ കുടുംബത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന്റെ കൂട്ടേ ആകത്തുള്ളൂ.
ഇത് എനിക്ക് നേരിട്ടുള്ള അറിയാവുന്ന അനുഭവമാണ്. ഒരു കുടുംബത്ത് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ അവര് അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ഞാൻ അവരോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതല്ല, അത് അവര് നല്ലതാവാൻ വേണ്ടിയിട്ട് ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി. അത് എനിക്ക് മനസ്സിലായെന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നോക്കുമ്പം എല്ലാം സൗഹൃദമാണ്, നല്ല രീതിയിലാണ് ഉപദേശിക്കുന്നത്. മന്ദര ഇവിടെ ചെയ്തതും അത് തന്നെയാണ്. കാര്യം മന്ദരയുടെ മനസ്സിൽ ശ്രീരാമചന്ദ്രനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അറിയാമോ അത്? ആ നിമിത്തമാണ്, ഇതെല്ലാം നിമിത്തങ്ങളാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ദോഷം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നല്ലവനെ കൊണ്ട് ദോഷം ചെയ്യിക്കത്തില്ല. നമുക്ക് ദോഷം വരാനുള്ളതായിരിക്കാം, പക്ഷേ ആ ദോഷം വരുന്നത് ചീത്ത ആളെ കൊണ്ട് തന്നെ ആയിരിക്കും ദോഷം വരുത്തിക്കുന്നത്. കാര്യം അവനും അതിന് അനുഭവിക്കാനുണ്ട്. നല്ല ആളെ കൊണ്ട്, നമ്മളോട് നല്ല മനസ്സുള്ളവരെ കൊണ്ട് ദോഷം ചെയ്യിക്കത്തില്ല. നമ്മളോട് ചിരിച്ചാ നിൽക്കുന്നെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ടവരാണ്, നമുക്ക് തോന്നുന്ന ഇഷ്ടപ്പെട്ടവരാണ് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ശത്രുവ് തന്നെയാണ്. കാര്യം മാനസികമായിട്ട് അവരെ നമ്മളോട് സ്നേഹിച്ചിട്ടില്ല. അത് ഭഗവാൻ അതുകൊണ്ട് അവരെ നിയോഗിച്ചു. അതാണ് മന്ദരയ്ക്ക് സംഭവിച്ചത്. മന്ദര ശ്രീരാമചന്ദ്രനോട് വളരെ ദേഷ്യം ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രൻ രാജാവാകുമ്പോൾ മന്ദരയ്ക്ക് അസൂയുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോക്കണം. ഒരാളെ അനാവശ്യമായിട്ട് എപ്പോഴും നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് എന്ന് ഉള്ളതിനുള്ള ഒരു ഉദാഹരണമാണിത്. ഇത് മന്ദരയെ ശ്രീരാമചന്ദ്രൻ, ചെറുപ്പമല്ലേ, ഒരു തമാശയ്ക്ക്, ഒരു രസത്തിന് എപ്പോഴും മന്ദരയുടെ പുറത്ത് തട്ടിക്കൊണ്ട് കൂനി എന്ന് വിളിക്കുമായിരുന്നു. രാജപുത്രനായതുകൊണ്ട് മന്ദര വിഷമത്തോടെ അത് കേട്ടുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ, തിരിച്ചൊന്നും പറയത്തില്ല. മന്ദരയ്ക്ക് വിഷമമുണ്ട് ആ വിളിയില്, പക്ഷെ ശ്രീരാമചന്ദ്രനല്ലേ വിളിച്ചത്, അതുകൊണ്ട് തിരിച്ചൊന്നും പറയത്തില്ല. പക്ഷെ ഉള്ളില് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ആ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഇവിടെ പ്രയോഗിച്ചു. ശ്രീരാമചന്ദ്രൻ രാജാവാകും എന്ന് വാർത്ത വന്നപ്പോൾ ആദ്യം തന്നെ മന്ദര മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു, നിന്നെ ഞാൻ രാജാവാക്കില്ല, നീ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുള്ളവനാണ്, നിനക്ക് ഞാൻ ഒരു പാഠം തരും എന്ന് മന്ദര തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മന്ദരയ്ക്ക് ഇത്രയും വലിയൊരു വിഷം കൈകേയിക്ക് കൊടുക്കാൻ. ചെറിയ നിസ്സാരമായ കാര്യം, സാക്ഷാൽ ഭഗവാനാണ് വിളിച്ചത്, മന്ദരയ്ക്ക് അറിയത്തില്ല. എപ്പോഴും കാണുമ്പോഴെല്ലാം പുറത്തിട്ട് കൂനി 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 എന്ന് വിളിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ഒരിക്കലും നമ്മൾ അവരുടെ വൈകല്യങ്ങളെ വെച്ചിട്ട് നമ്മൾ ഇരട്ടപ്പേര്, പണ്ട് നമ്മളെ ഇരട്ടപ്പേര് വിളിക്കുമല്ലോ, ഇരട്ടപ്പേര് വിളിക്കരുത് എന്ന് പറയുന്നത്. നമ്മള് ജാത്യാരുള്ളതാണ് നമ്മുടെ കാര്യം. കൃഷ്ണനെ പോലും നമ്മൾ കള്ളനാ വിളിക്കുന്നത്, ഇരട്ടപ്പേരാണ് വിളിക്കുന്നത്, അല്ലേ? മക്കഞ്ചോർന്ന് വിളിക്കുന്നത് എന്താണ്? ഇരട്ടപ്പേരാ ഭഗവാനെ വിളിക്കുന്നത്. വെണ്ണക്കള്ള, മോഷ്ടിക്കുന്നവന്, ഇതൊക്കെയാണ് വിളിച്ച് നമ്മൾ സ്തുതിക്കുന്നത്. ഭഗവാൻ കേൾക്കും, പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ കേൾക്കില്ല. എവിടെങ്കിലും അത് നമുക്ക് പ്രയോഗിച്ചു തരും. അവിടെ അതാണ് ഇവിടെയും സംഭവിച്ചത്. അത് ശരിക്കും കൈകേയിക്ക് കൊടുത്ത് കൈകേയി അങ്ങനെ ദശരഥ മഹാരാജ അടുത്ത ആണ് ആ വിഘ്നം വായിക്കാണ്. സുമാജി, പിന്നെ വിഘ്നങ്ങൾ മൊത്തം വായിച്ചു തീർക്കണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അത് ശരിക്കും പറഞ്ഞാല് മന്ദരയ്ക്ക് രാമനോട് എതിർപ്പുള്ളതിനേക്കാളും കൂടുതൽ ഭരതനോട് സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാണ് എപ്പോഴും കൈകേയി പറയായിരുന്നു, ഭരതനാണ് നമ്മുടെ മോൻ. ഭരതന് കാര്യം കൈകേയി എപ്പോഴും രാമ രാമ എന്ന് പറഞ്ഞ് രാമനെ എടുത്തോണ്ട്, രാമനാണ് ആദ്യം ജനിച്ചത്. അപ്പൊ കൈകേയിയാണ് കൂടുതലും, കൗസല്യനേക്കാളും കൂടുതൽ കൈകേയിയാണ് രാമനെ എടുത്തു വളർത്തിയതും എല്ലാം ചെയ്തത്. എന്നിട്ട് സ്വന്തമായിട്ട് ഭരതൻ ജനിച്ചപ്പോഴും രാമനോടാണ് വാത്സല്യം കൂടുതൽ. അപ്പൊ നമ്മളുടെ മന്ദര നടുക്ക് കയറിയിരുന്നിട്ട്, നിന്റെ മോൻ ഇതാണ്, ഭരതനാണ് നിന്റെ മോൻ, നീ എന്താണ് ഭരതനെ നോക്കാത്തത്? അപ്പൊ മന്ദരയ്ക്ക് ആക്ച്വലി എന്റെ മാത്രം അങ്ങനെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പം ഭരതന് ആക്ച്വലി രാമനേക്കാളും ഒരു വിശിഷ്ടതയായിട്ട് തോന്നി. കാര്യം സ്വന്തം എന്നുള്ളൊരു തോന്നൽ മന്ദരയ്ക്ക് തോന്നിയത് കൊണ്ട്. അല്ലാതെ
രാമനോട് എതിർപ്പായിട്ടല്ല, ഭരതനോട് സ്നേഹം കൂടുതൽ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ എടുക്കാം. പക്ഷേ എപ്പോഴും ഒരാളോട് എതിർപ്പ് വരണം എന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് എടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കത്തുള്ളൂ. സ്നേഹമുണ്ട്, ഭരതനോട് സ്നേഹമുണ്ടെങ്കിലും ഭരതൻ തന്നെ രാജാവ് ആകണം എന്നൊരു നിഷ്കർഷ ഒരിക്കലും മന്ദരയ്ക്കില്ലായിരുന്നു. സ്നേഹമുണ്ട്, ലാളിച്ചിരുന്നു. പക്ഷേ ഒരു കുടിലത കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തെക്കാൾ ഉപരി ഒരാളോട് ദേഷ്യം വന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സമന്വയം വരും. ഭരതനോട് സ്നേഹമുണ്ട്, ശരിയാണ്, എങ്കിലും തത്വത്തിൽ ശ്രീരാമചന്ദ്രനാണ് രാജാവ് ആകേണ്ടത്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ രാജാവാകണം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഒരു സമന്വയം വരും. ആ സമന്വയം വരാത്തത് അവിടെ ഒരു അസൂയ കിടക്കുന്നത് കൊണ്ടാണ്. അസൂയ ഉള്ളിടത്ത് ഒരിക്കലും സമന്വയം വരത്തില്ല, ആ സമന്വയത്തിന്റെ പാതയിൽ വരത്തില്ല. സത്യമായിരിക്കാം, ഭരതനെ സ്നേഹിച്ചിട്ടുണ്ടാവാം, ഭരതൻ രാജാവാകണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ രണ്ടാമതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നീതിയല്ല. മൂത്തവനാണ് രാജാവാകേണ്ടത്, ശ്രീരാമചന്ദ്രനാണ് രാജാവാകേണ്ടത്, ശ്രീരാമചന്ദ്രൻ തന്നെ രാജാവാകണം എന്ന് അവിടെ രണ്ടാമത് ചിന്തിക്കുമ്പോൾ മന്ദരയ്ക്ക് നല്ല സ്വഭാവമാണെങ്കിൽ അവിടെ ഒരു സമാധാനം വരും, ഒരു പക്വത വരും. അതിനനുസരിച്ചിട്ട് കൈകേയി ഉപദേശിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ഈ സമന്വയം ഉണ്ടാകാത്തത് അവിടെ ശ്രീരാമചന്ദ്രനോട് ഈ സ്നേഹത്തെക്കാൾ ഉപരി ഒരു അസൂയ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കൈകേയിയെ തെരഞ്ഞെടുക്കാൻ കാരണം ഭരതനോട് സ്നേഹത്തിന്റെ മാത്രമല്ല, രണ്ട് വാക്കുകൾ, രണ്ട് സത്യങ്ങൾ കിടക്കുന്നു, അത് വെച്ച് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൈകേയിയെ തെരഞ്ഞെടുത്തത്. ഇത് കൈകേയിയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ളത്. ഇതൊക്കെ ഒരു നിയോഗമാണ്, കാര്യങ്ങൾ നിയോഗമാണ്. കാര്യം നേരത്തെ തന്നെ നാരദ മഹർഷി വന്നു, ശ്രീരാമചന്ദ്രനെ കാണുന്നുണ്ടായിരുന്നു, ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. രാജാവാകാൻ പാടില്ല, രാജാവായി കഴിഞ്ഞാൽ, ഇല്ലേ നമ്മൾ വായിച്ചില്ലേ, കാര്യങ്ങൾ മറ്റ് പദ്ധതികളെല്ലാം പാഴായി പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊരു സൈഡ്. പക്ഷെ മറ്റൊരു സൈഡ് നോക്കുമ്പം ഇതൊക്കെയുണ്ട്. ഒരാളോട് അസൂയയുണ്ടെങ്കിൽ, എന്നോട് അസൂയയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വിദ്യാജിയോട് അസൂയ ഉണ്ടെങ്കിൽ എത്ര നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബാക്കി മൂന്ന് സുമാജി ആണെങ്കിലും മീരാജി ആണെങ്കിലും സ്മിതമാതാജി ആണെങ്കിലും പുകഴ്ത്തി പറയും, വിദ്യാജി പുകഴ്ത്തി പറയും. ഈ പുകഴ്ത്തി പറയുമ്പോഴെല്ലാം ഞാൻ ചിരിക്കും, നല്ലതാണ് നല്ലതാണ് നല്ലതാണ്, എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും. പക്ഷേ ഒരവസരം വരുമ്പം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല വിദ്യാജി ആ ശ്രേഷ്ഠമായ പദവിയിൽ എത്തണമെന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ മൂന്ന് പേരെ തിരിക്കാൻ നോക്കും. ആരെങ്കിലും ഒരാളെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും. അതെന്തുകൊണ്ട്? ഞാൻ ഞാൻ നല്ലവനായിരുന്നുവെങ്കിൽ, എനിക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ സമന്വയിക്കാൻ ശ്രമിക്കും. പക്ഷെ സമയിക്കുന്നതിന് പകരം ആരെങ്കിലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും, ഓപ്പോസിറ്റ് വരാൻ വേണ്ടിയിട്ട്. അത് കാര്യം അതെന്റെ മനസ്സിൽ അസൂയ ബാക്കിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ സാധാരണ സമയത്ത് അത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല, രക്ഷയില്ല. പക്ഷെ നിർണായക സമയത്ത് ഞാനത് പ്രയോഗിക്കും. അയ്യോ, അങ്ങനെ പ്രയോഗിക്കല്ലേ പ്ലീസ്. അല്ല, ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ എന്നെ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാളെയും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, എന്നെ തന്നെ പറയാം. ഇതാണ് സംഭവിക്കുന്നത്. പലയിടത്തും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത്, ആരെയും നമ്മൾ ഒന്നും പറയാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അവരുടെ ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ പണിക്കാർ വരുമ്പോൾ ഞാൻ പേര് വിളിക്കുമായിരുന്നു. ആദ്യം അച്ഛൻ എന്നെ അടിക്കുമായിരുന്നു. പേര് വിളിക്കുമ്പോൾ അവരൊന്നും പറയത്തില്ല. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞത്, എന്നെ അടിച്ചിട്ട് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ പ്രായത്തിലുള്ള മകനും ആ പണിക്കാരനുണ്ട്, മേലാൽ നീ പേര് വിളിക്കരുത്. അപ്പൊ വരുന്നവരെ എല്ലാം ആ സമയത്ത് എന്നെ സിസ്റ്റം നല്ല രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിന്നേക്കാൾ മൂത്തതാണ് വരുന്നത്, ചേട്ടാന്നോ മാമാന്നോ വിളിക്കാം. മാമാന്ന് വിളിക്കുന്നത്, അത് പണിക്കാരനാണെങ്കിൽ പോലും മാമാന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞു. വിളിക്കണം, അങ്ങനെ വിളിക്കാവൂ എന്ന് പറഞ്ഞു. കാര്യം ഇവരാരും നമ്മളോടുള്ള ആ ബഹുമാനം കൊണ്ട് അവർ തിരിച്ചു പറയത്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് നമ്മളെ ശപിക്കും. ഇത് രാമായണം നല്ലൊരു മൊറാലിറ്റിയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാലും ഹരികൃഷ്ണരും പ്രഭു എന്ന് പറയുന്നത്. പ്രഭു എന്ന് പറയുന്നത് ആക്ച്വലി
ആ ശരീരത്തിരിക്കുന്ന മനസ്സിനെ, ആത്മാവിനെ കണ്ടിട്ടാണ്. എല്ലാവരുടെയും ഹൃദയത്തില്, അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നുണ്ട് ഭഗവാൻ. നമ്മൾ ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് പഠിക്കുമ്പം എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഇരിക്കുമ്പം ഇവിടെ ചെറുപ്പം എവിടെയാണുള്ളത്? ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, ഭൗതികമായ പദവിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഇരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരേ പ്രകാശമാണ് ചൊരിയുന്നത്. അത് എന്നിലാണെങ്കിലും ഓഫീസിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വൃത്തിയാക്കാൻ വരുന്ന ആ ഹൗസ് മെയ്ഡിലാണെങ്കിലും ബാല്യക്കാരനാണെങ്കിലും ഉന്നതമായി ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്താണെങ്കിലും ഹൃദയത്തിലിരിക്കുന്നത് ഒരേ ആളിന്റെ പ്രകാശ കണികയാണ്, ഒരേ അംശമാണ്. നമ്മൾ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണെന്ന, ഭിന്നാംശങ്ങളെന്നല്ല പറയുന്നത്, വിഭിന്ന അംശങ്ങൾ, അതായത് ഒരേ അംശങ്ങളാണ്. അവിടെയാണ് ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം സുമാജിതൊക്കെ നോട്ട് ചെയ്തു. സർവസ്യ ജാഹം ഹൃത്സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോഹനം ച വേദൈച്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി ഞാൻ സ്തുതി ചെയ്യുന്നു. അപ്പം ഇവിടെ ആരാണ് വലുത്, ആരാണ് ചെറുത്? ആര് വലുതുണ്ട്, ആര് ചെറുതുണ്ട്? ആലോചിച്ചു നോക്കൂ. ഒരാളും ചെറുതല്ല, ഒരാളുടെയും പ്രവൃത്തിയും ചെറുതല്ല. നമുക്ക് എല്ലാ പ്രവർത്തികൾ ചെയ്യുന്ന മേഖലയിലുള്ള ആൾക്കാരെയും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം ദുഷിച്ചു പോകും. വൃത്തിയാക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? നീരാജ് എന്ത് ചെയ്യും പറ്റും? വൃത്തിയാക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യും. തന്നെ ചെയ്യും. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. ആ ദിവസം നമുക്ക് വാശിയും വീറും ഒക്കെ കാണും. കുറെ കഴിയുമ്പോൾ നമ്മളത് കളയും. എന്നിട്ട് പറയും ഒരാളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും. ഇല്ലേ? ശരിയല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക്, അപ്പൊ എല്ലാ മേഖലകളിലും ഉള്ള ഒരാള് വേണം. നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്നു, നമുക്ക് കാശുണ്ടായത് കൊണ്ട് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കുന്നു, വണ്ടി വാങ്ങിക്കുന്നു. പക്ഷെ ഈ വണ്ടി അതേപോലെ ഈ അതിന്റെ പാർട്സുകൾ ഉണ്ടാക്കാൻ ഒരു മെക്കാനിക് ആവശ്യമാണ്, ഇല്ലേ? അതിനെ സഹായിക്കാൻ ഹെൽപ്പർ ആവശ്യമാണ്. ഒരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്നില്ലേ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആളെ വെച്ച് ചെയ്യിപ്പിക്കണം എന്നൊക്കെ. അത് ആക്ച്വലി അങ്ങനെയല്ല ചെയ്യേണ്ടത്. രാമന് സീതയാണ് വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നത്, ദശരഥന് കൗസല്യ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതിന് പറയുന്നതാണ് ധർമ്മം എന്നാണ് പറയുന്നത്. അത് എന്താ പറയാ, മകന്റെ ധർമ്മം, കർമ്മമല്ല ധർമ്മം. നമ്മൾ തന്നെ ചെയ്യണം എന്നാ പറയുന്നത്. അതെ, ധർമ്മം. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ധർമ്മമാണ്. ഇതെല്ലാം നമ്മുടെ ധർമ്മമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ശരിയായ അർത്ഥത്തിൽ നോക്കൂ. നമുക്ക് കാശുണ്ടായാണ് നമ്മളൊരു കാറ് വാങ്ങിക്കുന്നു. ഈ കാറിനെ ആ കാറിന്റെ രൂപത്തിലാക്കി എടുക്കാൻ ഒരുപാട് പണികളുണ്ട്. അതിന് ആദ്യം പാർട്സുകൾ ഉണ്ടാക്കണം, അസംബിളി ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അപ്പൊ ഇതിന് താഴെക്കട മുതല് മേളിലുള്ള ആൾക്കാർ വരെ വേണം. ഇപ്പൊ ഇതിനകത്ത് ആരാണ് വലിപ്പമുള്ളവൻ, ആരാണ് ചെറുപ്പമുള്ളവൻ? ശമ്പളം വാങ്ങിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. അസംബിളി ചെയ്യുന്നവനും ബുദ്ധി വേണം. ഒരു ചെറിയൊരു നട്ട് ലെയ്ത്തിൽ ചെയ്തെടുക്കുന്നവനും ബുദ്ധി വേണം, ഇല്ലേ? അപ്പം എല്ലാ മേഖലകളിലും ആള് വേണം. അപ്പൊ ഒരാളെയും നമ്മൾ ചെറുതാക്കാൻ പറ്റത്തില്ല, ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. രാമായണം തരുന്ന വലിയൊരു പാഠമാണത്. നീരാജി എന്തോ പറയാനുണ്ടല്ലോ. ഹരകൃഷ്ണൻ, ഈ പാഠങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മള് ചെയ്യാൻ നോക്കുമ്പോ ഇപ്പൊ എവിടെയായാലും ഓഫീസിലൊക്കെ ആണെങ്കിലും ഇപ്പൊ പ്രഭു പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരെയും കാണണമെന്ന്. പക്ഷെ അങ്ങനെ കാണുന്നവരെ നമ്മളെ വിലയില്ലാത്ത പോലെ ആവുകയാണല്ലോ. ശരിയാണ്. അങ്ങനെ നിർത്തേണ്ടോടത്ത് നിർത്തണ ആൾക്കാരെ അവർക്കൊക്കെ നല്ല വിലയാ. അതെ, ശരിയാണ്. 100% ശരിയാണ്. അതിനകത്ത് ഞാൻ 1% പോലും യോജിക്കാതിരിക്കത്തില്ല. കാര്യം നമ്മള് അവരെയൊക്കെ നമ്മൾ വരുന്നവരെ നല്ല ആ ഒരു മിനിറ്റ് ആ ഒരു അല്ല, ഓഫീസിലായാലും നമ്മുടെ ബാക്കി പല സ്ഥലങ്ങളിലായാലും എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് പല സമയത്തും. തീർച്ചയായിട്ടും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരാൾക്ക് മാത്രമല്ല,
എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം പലരും നമ്മൾ ഈ സ്വഭാവം അനുസരിച്ചിട്ട് പെരുമാറുന്ന എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം ഒരുപക്ഷെ അവർക്ക് പോലും നമ്മൾ ആരോടാണോ അനുകമ്പ കാണിക്കുന്ന അവർക്ക് പോലും ഒരുപക്ഷെ നമ്മളോട് വാല്യൂ കാണത്തില്ല. ദേഷ്യപ്പെടുന്നവരോടായിരിക്കും അവർ റെസ്പെക്റ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാധനം കൊണ്ടുതരുന്നതും എല്ലാം. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നും ഈ തത്വങ്ങളൊന്നും പഠിച്ചു വളരണ്ടായിരുന്നു. ഇത് ഭൗതിക ലോകമാണ്. എനിക്ക് ഇത് ഇന്നലെയും തോന്നി ഇന്നും തോന്നിയിട്ടാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയാണേ. നമുക്ക് അവരെ പോലെ ആവാനും പറ്റില്ല, നമ്മളെ പോലെ ആയിട്ട് ജീവിക്കാൻ. കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇത് 4 നമുക്ക് പ്രയോഗിക്കാനുള്ളതാണ്. അപ്പം നമ്മള് നല്ല ഒരു നടനാണ് ആവേണ്ടത്. സ്നേഹം മനസ്സിൽ വെക്കാം. നിർണായക സമയത്ത് മാത്രമേ അത് സഹായിക്കാനായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. കാണുമ്പോഴെല്ലാം ചിരിക്കുകയോ ഇടുക്കുകയോ അനുകമ്പയോ കാണിക്കേണ്ട ആവശ്യമില്ല. മിണ്ടാതിരിക്കാം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. കാര്യങ്ങൾ ക്ലാസിക്കലായിട്ട് മാത്രം സംസാരിച്ചാൽ മതി. നമ്മുടെ സ്നേഹം മനസ്സിൽ നിർണായകമായി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മാത്രം എടുത്താൽ മതി. അമിതമായി നമ്മൾ അധികാരം ദുരുപയോഗപ്പെടുത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തീരെ താഴോട്ട് വരരുത്, ഏറ്റവും മേളിലോട്ട് പോകരുത്. അധികാരം ദുരുപയോഗപ്പെടുത്തരുത്. അപ്പോൾ അവര് നല്ല രീതിയിൽ നമ്മളെ തിരിച്ചും കാണും. അപ്പൊ നമ്മള് എല്ലാം സ്വഭാവം നമ്മൾ അങ്ങനെ ചെയ്ത് ഈച്ച പോലും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് വരരുത് ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. അതിന് കണ്ണുരുട്ട് തന്നെ വേണം. അവിടെയാണ് ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെല്ലാം നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ആ കർമ്മം എടുക്കണം, അതിന് നടിക്കണം. നമ്മൾ നല്ല ഒരു നടനായെങ്കിൽ മാത്രമേ അവാർഡ് കിട്ടത്തുള്ളൂ. നല്ലൊരു നടൻ നമ്മളായിരിക്കണം. നമ്മുടെ പൊസിഷൻ എന്താണോ ആ പൊസിഷനിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ അഭിനയിക്കുക തന്നെ വേണം. അങ്ങനെ അഭിനയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഏത് കസേരയിലാണോ ഇരിക്കുന്നത് ആ കസേരയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം നമുക്കറിയാം അവരോട് അനുകമ്പ കാണിക്കേണ്ടതാണ്. അത് നിർണായക സമയത്ത് മാത്രമല്ല, എപ്പോഴും എല്ലാത്തിനും കഴിഞ്ഞാൽ അത് മക്കളാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എപ്പോഴും നമ്മൾ ചിരിച്ചും കളിച്ചും നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് വാല്യം കാണത്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. ഹരേ കൃഷ്ണ. സ്മിതമാതാജി ബാക്കി സംസാരിച്ചോളൂ. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് സംസാരിച്ചു പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞ ടോപ്പിക് ഈവൻ ഇപ്പൊ നമ്മളായാലും ഓഫീസിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ശ്രീവല്ല പ്രഭു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മണ്ഡൽ പ്രഭു പറഞ്ഞ പോലെ നമുക്കുള്ള അനുകമ്പ നമുക്ക് മനസ്സിൽ വെക്കാം. പക്ഷെ പുറത്തേക്ക് നമ്മള് എന്താ പറയാ ഓഫീസ് എറ്റിക്കറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ നിൽക്കണോ അതുപോലെ നിൽക്കണം എന്നുള്ളത്. എനിക്കറിയാം മീരാജി പറയുന്നത് ഈവൻ സാധാരണ റിലേഷൻഷിപ്സിലായാലും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എടുത്ത് ചാടി നമ്മള് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. അവസാനം അവര് ഹെൽപ്പൊക്കെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യും. അവസാനം ഹെൽപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടാ അറിയാത്ത പോലെയാവും. അപ്പൊ നമുക്കത് വളരെ മനസ്സിന് വിഷമമുണ്ടാക്കും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടി നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അത് കാണുന്നുണ്ട്. റൈറ്റ് ടൈമില് ഭഗവാൻ നമുക്ക് അതിനുള്ള എന്താ പറയാ ബ്ലെസ്സിങ്സ് നമുക്ക് തരും. ബിക്കോസ് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റോങ് ഇന്റൻഷനോട് കൂടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും വിധത്തില് ആ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിരിക്കും. ഞാൻ ജസ്റ്റ് മാതാജി പറഞ്ഞപ്പോ ഇപ്പൊ ഈവൻ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമുക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫേസസ് ആണ്. ബിക്കോസ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ ഒരു ഫേസ് ഡിവോട്ടിയുടെ ഫേസ്, ഒരു ഫേസ് നമ്മൾ ഓഫീസിൽ പോകുമ്പോ, അപ്പൊ എന്താ പറയാ അത് ബാലൻസ് ചെയ്ത് പോവാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദശരഥനെ കുറിച്ചായിരുന്നു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മിനിറ്റ് മീരാജി, കൺഫ്യൂഷൻ മാറിയോ? കൺഫ്യൂഷൻ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അഭിനയിക്കാൻ പഠിക്കണം എന്നല്ലേ പ്രഭു പറഞ്ഞേക്കെ? അപ്പൊ ഇനി അതിന് തയ്യാറാവാം. നല്ലൊരു നടിയാവണം.
ആക്ച്വലി നമ്മൾ എല്ലാവരും വളരെ നല്ല അഭിനേതാക്കളാണ് മാതാജി. ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമുക്കൊരു ഫേസ് ആണ്, നമ്മളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളവരുടെ നമുക്കൊരു ഫേസ് ഉണ്ട്, പക്ഷെ അത് റിലേറ്റീവ്സിന്റെ അടുത്ത് ഒരു ഫേസ് ഉണ്ട്. അത് ഫേസ് നമ്മള് അഭിനയിക്കുന്നതല്ല, അത് ആക്ച്വലി നമ്മള് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഫോർമുലേറ്റ് നമ്മള് ഡിപ്ലോമാറ്റിക് ആവുകയാണ്. അതിനെ തന്നെയാണ് ഇപ്പൊ ഈ പ്രഭു അഭിനയം എന്ന് പറയുന്നത്. വി ആർ ബിക്കമിങ് ഡിപ്ലോമാറ്റിക്. നമുക്കറിയാം ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരുടെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അതാണ് ആക്ച്വലി നമ്മൾ അഭിനയിക്കുന്നത് ഞാൻ പറയാം. അത് ആക്ച്വലി അഭിനയിക്കില്ലെന്ന് വെച്ചാല് ഇപ്പൊ അതിന് പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ഒരാളോട് എതിർപ്പുണ്ട്, മനസ്സിൽ ഭയങ്കര ദേഷ്യവും വിദ്വേഷവും വെച്ചിട്ട് അതാണ് അഭിനയം. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പക്ഷെ ഇതിലും ബെറ്റർ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുക, ധർമ്മവും കർമ്മവും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് കുടുങ്ങുന്നത്. നമ്മൾ ഒരാളുടെ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അയാൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുള്ള എക്സ്പെക്ടേഷനിൽ ചെയ്താലാണ് കുഴപ്പം വരുന്നത്. നമ്മള് ചെയ്യാനുള്ളത് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പം. അതാണ് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അതെ മാതാജി. ബട്ട് ലൈഫിലെ പ്രാക്ടിക്കാലിറ്റി വരുമ്പോ ഞാൻ മാതാജി നാളെ എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം ഇല്ലാണ്ടിരിക്കുമോ? വി എക്സ്പെക്ട്. എന്താ പറയുക, അത് വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്. നമ്മൾ റെസിപ്രോക്കേഷൻ ആഗ്രഹിക്കും. നമ്മള് മെറ്റീരിയൽ വേൾഡിലാണ് ഇരിക്കുന്നത്. സോ നോർമലി ഏത് ഹ്യൂമൻ ബീയിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു റെസിപ്രോക്കേഷൻ നമ്മൾ ആഗ്രഹിക്കും. അപ്പോ നമുക്ക് ഭഗവാന് വിട്ടുകൊടുക്കുക. അപ്പൊ മാതാജി പറഞ്ഞ പോലെ തന്നെ ധർമ്മവും കർമ്മവും ചെയ്യുക, ബാക്കിയുള്ളത് ഭഗവാന് വിട്ടുകൊടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ റിവേഴ്സൽസ് വരുമ്പോ അത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ ബേൺ ചെയ്യണമെന്നും നമ്മൾ പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ചാൻസ് ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ എന്താ പറയാ, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരേ കാര്യം 10 തവണ പറയുമ്പോ എങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിൽ അത് എന്താ പറയാ സിങ്ക് ആവും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദശരഥനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദശരഥന് മക്കളില്ലാത്തത് കൊണ്ട് ദശരഥൻ അത് വസിഷ്ഠനോടും സുമന്ത്രനോടും ചോദിച്ചു. അങ്ങനെയാണ് ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നതും യജ്ഞം നടത്തുന്നതും പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്ന് പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാവുന്ന സമയത്ത് ഡിവോട്ടീസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വൈസ് എടുക്കുക. അങ്ങനെ അഡ്വൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടുക? 1, നല്ല ഉപദേശം കിട്ടും. 2, അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അത് അവരെ അനുഗ്രഹിക്കുമ്പോൾ എന്തുണ്ടാവും? ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. ഇന്ന് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൈകേയിയെ കുറിച്ചിട്ടാണ്. കൂടുതൽ ഇന്ന് പ്രഭു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കൈകേയിയെ കുറിച്ചാണ്. കൈകേയിയുടെ ക്യാരക്ടറിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പൊ പ്രഭു പറഞ്ഞു രാമനോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത് കൈകേയിക്കാണ്. അതെങ്ങനെ ഇത്ര വെറുപ്പായിട്ട് മാറി? അത് മന്ദരയുടെ ഉപദേശം കൊണ്ടാണ്, ആ അസോസിയേഷൻ. അപ്പൊ നോക്കൂ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താ പറയാ അസോസിയേഷൻ ആരുടെ ഒപ്പമാണോ അതിന്റെ എഫക്റ്റ് നമ്മുടെ എന്താ പറയാ ജീവിതത്തിൽ എത്ര വളരെ വലുതാണ് എന്നുള്ളതാണ് കൈകേയിയുടെ ക്യാരക്ടറിന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പല സ്വഭാവങ്ങളും നമ്മൾ ആരുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് നമ്മൾ പഠിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ആരുടെ അടുത്താണ് നമ്മൾ കൂടുതലായിട്ട് അസോസിയേഷൻ വെക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൈകേയി. ഒരു റോങ് അഡ്വൈസ്, ഒരു റോങ് അസോസിയേഷൻ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചു. അപ്പൊ നമുക്കിതൊന്ന് പഠിക്കാനുള്ളത് നല്ല ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ എടുക്കാൻ ശ്രമിക്കാം. സോ ബി കെയർഫുൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം ഇത്രയും പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സുമാജിയോട് ഞാൻ വീണ്ടും പ്രണാമം. രാമായണത്തെ ഞാൻ വീണ്ടും കൂടുതൽ സ്നേഹിച്ചു തുടങ്ങുകയാണ്. രാമായണത്തിനോട് എനിക്ക് അടുപ്പമായിരുന്നു, ഇതുവരെ അടുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ.
അത്ര വലിയൊരു സ്നേഹമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ രാമായണത്തിനോട് സ്നേഹിച്ചു തുടങ്ങുകയാണ്. കാര്യം ആ സ്തുതികളൊക്കെ ഇപ്പോഴും എടുത്തെടുത്ത് മനസ്സിലാവും ഇത്രയും സ്തുതികൾ ഉണ്ടോ എന്നുള്ളത്. മാത്രമല്ല എന്ത് നല്ല കാര്യങ്ങൾ രാമായണത്തിൽ പറഞ്ഞിരുന്നു. ഒരു കാലത്ത് രാമായണം ഞാൻ ചടങ്ങിന് മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്മിതമായ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രേതായുഗത്തിലേക്ക് കാര്യമാണ്. ഇപ്പം ഭാഗവതവും ഭഗവത്ഗീതയും മാത്രമേ ഉള്ളൂ, രാമായണവും ആ ഒരു പ്രസക്തി ഇല്ല എന്ന് തന്നെ ഞാൻ വാദിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ രാമായണത്തോട് വായിച്ചു തുടങ്ങിയപ്പോഴാണ് അല്ല, രാമായണത്തിന് പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ രാമായണവുമായിട്ട് അടുപ്പമായി. ഇപ്പം രാമായണമായിട്ട് സ്നേഹത്തിലായി. വെറുതെയാണോ ഞാൻ ഈ രാമായണം തരാൻ പറഞ്ഞത്? ഇതൊരു ഭഗവാന്റെ നിയോഗമാണ്. ഇത് ഭഗവാന്റെ നിയോഗമാണ്. അതെ അതെ അതെ. അത് വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ഏത് തരത്തിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ അടുക്കേണ്ടതെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇത് ഭഗവാന്റെ ഒരു കണക്കൂട്ടലാണ്. നീ ഒരു കാലത്ത് രാമായണം ആവശ്യമില്ലെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നില്ലെങ്കിലും മനസ്സിൽ വെച്ചിരുന്നു. അത് ഭഗവാൻ തിരിച്ചറിഞ്ഞു. അതിന് രാമായണത്തെ സ്നേഹിക്കാനുള്ള ഒരു ചുറ്റുവട്ടം ഭഗവാൻ ഉണ്ടാക്കി തന്നു. ഞാനും അത് തിരിച്ചറിഞ്ഞു പ്രഭു. അതാ പ്രഭുവിനെ കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം. എന്തായാലും സുമാജി മീരാജി ആ ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് നമ്മള്, അതായത് ഞാൻ ഇന്ന് വരെ ആദ്യാഗ്രമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കാർത്യായനി മഹാമായേ മഹായോഗിനതി ശ്രീ നന്ദഗോപസുതം ദേവി പതിമേ കുരുത്വേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണദവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എന്തായാലും